യേശു കർത്താവിൻ്റെ അടുക്കൽ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന മനുഷ്യൻ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ ഏകജാതയായ മകൾ മരിപ്പാറായിരിക്കുന്നു, തൻ്റെ വീട്ടിൽ വരേണം എന്നപേക്ഷിക്കുകയുണ്ടായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യേശു കർത്താവ് പറഞ്ഞതത്രേ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ഇവിടെ യേശു കർത്താവ് 3 കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. 1, ഭയപ്പെടേണ്ട. 2, വിശ്വസിക്കുക. 3, രക്ഷപ്പെടും. മരണത്തോടും നിരാശാജനകമായ സാഹചര്യത്തോടുമുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രതികരണമാണ് ഭയം. എന്നാൽ യേശു കർത്താവിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ശക്തിയിലും അവിടുത്തെ പരമാധികാരത്തിലുമുള്ള വിശ്വാസത്തെ നാം മുറുകെ പിടിക്കുന്നത് നിമിത്തം ഭയപ്പെടേണ്ടതില്ല എന്നാണ്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും പിന്നെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. രണ്ടാമതായി കർത്താവ് പറയുന്നു, ജസ്റ്റ് ബിലീവ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ വാക്യഭാഗത്തിൻ്റെ ഗ്രീക്ക് ഒറിജിനൽ ഭാഷാന്തരത്തിൽ, ഡോണ്ട് ബി അഫ്രൈഡ്, ഓൺലി ബിലീവ് ആൻഡ് കീപ് ബിലീവിങ് ആൻഡ് ഷീ വിൽ ബി മെയ്ഡ് വെൽ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക, അവൾ സുഖം പ്രാപിക്കും. ഒരു നേരത്തെ വിശ്വാസമല്ല നമുക്കുണ്ടാകേണ്ടിയത്, ഒരു സീസണിലുള്ള വിശ്വാസവുമല്ല, ഈ സന്ദേശം കേൾക്കുമ്പോൾ മാത്രമുണ്ടാകുന്ന വിശ്വാസവുമല്ല. പിന്നെയോ കീപ് ബിലീവ്, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക, രക്ഷപ്പെടുന്നത് വരെ, സുഖം പ്രാപിക്കുന്നത് വരെ, ഒരു വിടുതൽ നടക്കും വരെ. വിശ്വാസവും സംശയവും ചേർന്ന് പോകുകയില്ല. അതുകൊണ്ടാണ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ പോലും ബാലം മരിച്ചു കിടന്ന മുറിയിലേക്ക് യേശു കർത്താവ് കൊണ്ടുപോകാത്തത്. നാം ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാനും വിശ്വാസത്തിലും ദൈവവചനത്തിലും ഒന്നുകൂടി നമ്മെ ഉറപ്പിക്കുവാനും കഴിയുന്നവരെ മാത്രമേ കൂടെ നിർത്താവൂ. സംശയമുള്ളവരെ ആ സമയത്ത് അകറ്റി നിർത്തുക. മൂന്നാമതായി കർത്താവിന് തരുവാനുള്ള ഉറപ്പ്, നിന്റെ മകൾ സുഖം പ്രാപിക്കും. രക്ഷപ്പെടുകയില്ല എന്ന് ചുറ്റും നിൽക്കുന്നവർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ യേശു കർത്താവ് ഇന്ന് നമ്മോടും പറയുന്നു, ഒരു വിടുതൽ അവിടുന്ന് നമുക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.